Dear students, today I want to discuss NEET previous year question papers, chapter rotational motion. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ 2015 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ 2015 ഫേസ് 2 മുതൽ 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So we can go with the question number 32. Here it is given a force F that is equal to alpha I plus 3j plus 6k and is acting at a point given as r equal to 2i minus 6j minus 12k. The value of a alpha for which the angular momentum about the origin is conserved. So we know നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആങ്കുലാർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. ആങ്കുലാർ മൊമെന്റം കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ ബൈ യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ടോ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. സോ അങ്ങനെയെങ്കിൽ that L is conserved means we can say that tau should equal to 0. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടോർക്ക് ആക്ട് ചെയ്യുന്നത് 0 ആണ്. ജി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 0 ആകണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. നമ്മുടെ റെക്ടാങ്കുലർ പ്രകാരം ആർ ക്രോസ് എഫിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ we can write that determinant ijk rന്റെ components as 2 minus 6 minus 12 f alpha 3 6. അപ്പം എൻ്റെ മറ്റു വാല്യൂയിലേക്ക് നമ്മൾ കടന്നാൽ i into see 6 into 6, so you get the value minus 36. Then minus 12 into alpha, minus 12 into 3, minus 12 into 3, then minus j into 6 into 2 as 12, then minus 12 alpha, plus k into 6 minus 6 alpha. So നമ്മുടെ ഐയുടെ വാല്യൂ എന്ന് പറയും minus 36 plus 36, that is a 0i, then minus 12 plus 12 alpha plus k into 6 plus 6 alpha. സോ നമുക്കിവിടെ ഇതൊരു വാല്യൂ 0 ആയി മാറണമെങ്കിൽ ജെയുടെ കമ്പോണൻസും കെയുടെ കമ്പോണൻസും ഷുഡ് ഈക്വൽ ടു 0. So that will happen only when if we substitute the value alpha is equal to minus 1. Alpha minus 1 ആയാൽ മാത്രമേ നമുക്ക് ജെയുടെ കോഎഫിഷ്യൻറ്റും കെയുടെ കോഎഫിഷ്യൻറ്റും 0 ആയിട്ട് ടോ എന്ന് പറയുന്നത് 0 ആകും. സോ നമുക്ക് ഉറപ്പിച്ച് ഉത്തരം പറയാം. സോ ബി എസ് ദി ആൻസർ. ദാറ്റ് ഈസ് എ good concept. So we can move to the question number 33. Two rotating bodies A and B under consideration of masses m2m with the moment of inertia it is given as IA IB and is given as IB is greater compared to IA have equal kinetic energy for rotation. So it is given as a Ka that is equal to Kb. If La and Lb their angular momenta respectively, then so we have to relate with L. നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഹാഫ് ഐ ഒമേഗ സ്ക്വയർ.
ഒരു ഐ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോം നമുക്കറിയാം. ഇറ്റ് ബിക്കംസ് ഓഫ് ദ ഫോം എൽ സ്ക്വയർ ഡിവിഷൻ ബൈ 2i. ദാറ്റ് മീൻസ് ആംഗുലാർ മൊമെൻറ്റം ടേക്ക് ദ ഫോം ആസ് 2i കൈനറ്റിക് എനർജി. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് കൈനറ്റിക് എനർജി രണ്ട് കേസസും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം എൽ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഐ. For the two cases, we can write as A division by LB. നമുക്ക് സിമ്പിൾ നമുക്ക് പറയാം LA by LB എന്ന് പറയുന്നത് it is equal to as a root I division by S, that is equal to 2I. So IA by IB, IA by IB. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്. ഐ ബിയുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഐ എ. സോ നമുക്ക് ഇത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് വാല്യൂ പറയാം എൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ എൽ ബി ആണ്, അല്ലെങ്കിൽ എൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൽ എ എന്ന് നമുക്ക് പറയാം. സോ വി ക്യാൻ കോട്ട് ദ ആൻസർ എ. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് വരുന്നത് ഒന്ന് ഓർത്തിരിക്കുക. സോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെൻറ്റവും ആയതുകൊണ്ട് ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹിയർ എ സോളിഡ് സ്പിയർ ഓഫ് മാസ് m r radius. So under consideration a solid sphere is rotating about its diameter. അപ്പം സോളിഡ് സ്പിയറിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള റൊട്ടേഷനാണ്. അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയൊക്കെ നമുക്ക് വ്യക്തതയോടെ നമുക്കറിയാം. യെസ്, എ സോളിഡ് സിലിണ്ടർ ഓഫ് സെയിം മാസ് ആൻഡ് സെയിം റേഡിയസ് ഈസ് ഓൾസോ റൊട്ടേറ്റിംഗ് എബൌട്ട് ഇറ്റ്സ് ജോമെട്രിക്കൽ ആക്സിസ് വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സ്പിയർ. അപ്പോൾ നമുക്ക് സോളിഡ് സ്പിയർ ഒമേഗയാണെന്ന് വിചാരിക്കാം. സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യാം. അതിൻ്റെ തന്നെ നമുക്കറിയാം അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2. രണ്ടിനും ഒരേ മാസും ഒരേ റേഡിയസും എന്നാണ് പറയുന്നത്. അവൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ഒമേഗ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ വിൽ ബി. ഇവിടെ കൈനറ്റിക് എനർജിക്ക് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. അപ്പം അങ്ങനെ രണ്ട് കേസസിലായിട്ട് നമുക്ക് എനർജി ഫോർ സ്പിയർ ബൈ എനർജി ഫോർ ദ സിലിണ്ടർ എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ കൺസെപ്റ്റ് ഈ സ്പിയർ ബൈ ഹാഫ് ഇ വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ദാറ്റ് ഈ 2/5 mr square, that is for the sphere into അവൻ്റെ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ ഡിവിഷൻ ബൈ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ 2 ഇൻറ്റു ഒമേഗ എന്ന് പറയും. ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് 2 ഒമേഗ ആയിട്ട് തന്നിരിക്കുന്നത്. സോ 2 ഒമേഗ സ്ക്വയർ ഇറ്റ് ബിക്കംസ് 4 ഒമേഗ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സോ എം ആർ സ്ക്വയർ ക്യാൻസൽ, ഒമേഗ സ്ക്വയർ ക്യാൻസലായി മാറി. സോ 2 ഡിവിഷൻ ബൈ 5 into 2. So 2 cancel. So you get the answer as 1/5. So this is the answer. So we can move to the next question, number 35. A light rod of length L has two masses M and M2 attached to its two ends. So a rod is here. ഒരു റോഡ് ഉണ്ട്, അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് നമ്മൾ 2 മാസസ് M1ഉം M2ഉം അറ്റാച്ച് ചെയ്തു. അവന് ലെങ്ത്. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ റോഡ് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ആക്സിസ് പ്രകാരമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം. M1 മാസ് R1 സെപ്പറേഷൻ പെർപെൻഡിക്കുലറിലാണ് ഇരിക്കുന്നതെന്ന് ഇരുന്നോട്ടെ.
m2 മാസ് r2 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ ആയി മാറി. സോ നമുക്ക് എന്താണ് r1 r2? നമുക്ക് അതിനെ നമ്മൾ വളരെ ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ കൺസെപ്റ്റിലെടുത്താൽ m1ൽ നിന്ന് ഏത് പോയിന്റിലാണ് സെൻറ്റർ ഓഫ് മാസ് നിൽക്കുന്നത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ m1 എന്ന് പറയുന്ന പോയിന്റിനെ ആക്സിസ് നമ്മുടെ ഒറിജിനായിട്ടൊന്ന് കൺസിഡർ ചെയ്താൽ, അപ്പം m1 എന്ന് പറയുന്നതിന് കോർഡിനേറ്റ് 0 ആകുന്നു, x2 എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കറിയാം ഫോർമുല m1x1 പ്ലസ് m2x2 ബൈ m1 പ്ലസ് m2 എന്നുള്ള ഫോർമുലയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ m1 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റു x ആയി m2 ഇൻറ്റു l ആയിട്ട് മാറി. ദാറ്റ് ഡിവിഷൻ ബൈ m1 പ്ലസ് m2 എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടി ദ ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രം m1. ഇവിടെ നമുക്കത് r1 ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സോ m2l ബൈ m1 പ്ലസ് m2. അതേപോലെ നമുക്ക് r2 കണ്ടുപിടിക്കാം. നമ്മൾ യു ജസ്റ്റ് പ്ലേസ് ദ ഒറിജിൻ ഹിയർ. അപ്പോൾ m2വിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടും. അത് ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് കിട്ടും l1 ബൈ m1 പ്ലസ് m2. സോ ആ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ ഓഫ് മാസ് ആക്സിസിലേക്ക് എടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ i is equal to m1 ഇൻറ്റു r1 സ്ക്വയർ. r1 സ്ക്വയർ വരുമ്പോൾ നമുക്ക് m2 സ്ക്വയർ l സ്ക്വയർ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ കേസ് വരുമ്പോൾ m2 ഇൻറ്റു r2 സ്ക്വയർ m1 സ്ക്വയർ l സ്ക്വയർ ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് കേസസിൽ നിന്ന് നമ്മുടെ കോമൺ ആയിട്ടുള്ള ടേമുകളെ നമുക്ക് ഒന്ന് പുറത്തെടുത്താൽ m1 m2 ബൈ m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ നമുക്ക് റെസ്റ്റ് ബാക്കിയുള്ള ബാലൻസ് വരുന്ന m പ്ലസ് m1 ഇൻറ്റു l സ്ക്വയർ. സോ ഒരു m1 പ്ലസ് m2 ക്യാൻസൽ ആയിപ്പോയി. സോ നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു l സ്ക്വയർ. ഇപ്പോൾ ചില പരീക്ഷകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇതിനെ നമുക്ക് ഈ തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ചില പരീക്ഷയിൽ കിട്ടുന്ന ഒരു അഡീഷണൽ പോയിന്റ് ആണ് ഈ മ്യൂവിന് വിളിക്കുന്ന പേരുണ്ട്. വിളിക്കുന്ന പേര് റെഡ്യൂസ്ഡ് മാസ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു 2 പാർട്ടിക്കിളിനെ ഒരൊറ്റ പാർട്ടിക്കിളാക്കി മാറ്റിയാൽ അത് r സെപ്പറേഷനിൽ കറക്കിയാൽ ഇതേ എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ മാസ് എന്തായിരിക്കും? സോ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ഒരു 2 പാർട്ടിക്കിളിനെ ഒരൊറ്റ പാർട്ടിക്കിളാക്കി മാറ്റുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു l സ്ക്വയർ ആസ് എ c as the answer. So we can move to the question number 36. From a disk of radius r and mass capital M, a circular hole of diameter r whose rim passes through the center at its moment of inertia of the remaining part of the disk about perpendicular axis passing through the center. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റിനെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. നോക്കൂ, അപ്പോൾ ഇത് ഒരു r റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദിസ് ഈസ് ദ ആക്സിസ്. അപ്പോൾ അതിന് r റേഡിയസ് എന്ന് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ M ആണ് അതിൻ്റെ മാസ്. റിം ടച്ച് ചെയ്യുന്ന തരത്തിൽ r ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ ഹോൾ ഉണ്ടാക്കുന്നു. r ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം അതിൻ്റെ റേഡിയസ് r/2 ആയിരിക്കും അല്ലേ? യെസ് r/2 എന്ന് പറയുന്ന r ഡയമീറ്റർ. അപ്പോൾ ഉറപ്പായിട്ടും അത് ഈ തരത്തിലായിരിക്കും. യെസ്, അപ്പോൾ ഇത്രയും ഹോളാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് r/2. യെസ്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഹോൾ ആയിട്ടുള്ളതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കൊന്ന് കണ്ടുപിടിക്കാം എബൌട്ട് ദിസ് ആക്സിസ്. എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്ത പാർട്ട് മൊമെന്റ് ഇനർഷ്യ എബൌട്ട് ദ സെയിം ആക്സിസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ
കട്ട് ചെയ്തെടുത്ത ഭാഗം എത്രയാണോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഓ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടവൻ്റെ മാസ് നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കാം. അതിന് നമ്മുടെ ഡെൻസിറ്റി പിക്ചർ നമ്മൾ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി നമുക്കിപ്പോൾ ഇവിടെ വേണേൽ ഡിസ്ക് ആയതുകൊണ്ട് ഏരിയൽ ഡെൻസിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഫോർ ദാറ്റ് ക്യാപിറ്റൽ ആർ ആൻഡ് സിഗ്മ ഫോർ ദാറ്റ് ആർ ബൈ 2 റേഡിയസ് ആർ സെയിം. ദാറ്റ് മീൻസ് എ ഡിവിഷൻ ബൈ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പറയാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൻ്റെ മാസസ് M2 ആയിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തതിൻ്റെത് നമ്മൾ അസ്യൂം ചെയ്താൽ M2 ഡിവിഷൻ ബൈ പൈ ഇൻറ്റു r square division by 4. So that means pi r square cancel. So we get value as M2 is equal to capital M division by 4. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഐ ഫോർ ദ റിമൂവ്ഡ് പാർട്ട് എന്ന് പറയുന്നത് ഐ ഹോൾ മൈനസ് നമ്മുടെ റിമൂവ്ഡ് പാർട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് റിമൈനിങ് പാർട്ടിൻ്റെ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് ഐ ഹോൾ മൈനസ് ഐ റിമൂവ്ഡ് മാസ്. അപ്പം നമ്മുടെ ടോട്ടലായിട്ടുള്ളതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അതൊരു ഡിസ്ക് ആണ്, എം ആണ് മാസ്, ആർ റേഡിയസ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും എം ഇൻറ്റു ആർ സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ 2. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഈ റിമൂവ് ചെയ്തതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ആ ഡിസ്ക് അതിനെ ഒരു ഡിസ്കായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് അതിൻ്റെ ആക്സിസിലേക്കുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. അങ്ങനെ ആ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ്. അത് അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓ ആക്സിസിലുള്ളതാണ്. ആ ഓ ആക്സിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പാരലൽ ആക്സിസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് പ്ലസ് എം എ സ്ക്വയർ എന്നല്ലേ? അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ആക്സിസ്, അവൻ്റെ മാസ് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് M/4 ആണ് അല്ലേ? അവൻ്റെ റേഡിയസ് R/2 ആണ്. അപ്പോൾ നമുക്കത് ഉറപ്പിച്ച് പറയാം R/2 സ്ക്വയർ പ്ലസ്, സോ ദാറ്റ് ഈസ് M/2 പ്ലസ് മാസ് എന്ന് പറയുന്നത് M/4 ആണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് വീണ്ടും R/2 ആണ്. സോ R/2. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ MR²/2 മൈനസ്, സോ ഈ ഭാഗം എന്തായിട്ട് മാറി? ഇത് 2² 4 ആയിട്ട് മാറി അല്ലേ? യെസ്, 4 ആയിട്ട് മാറി. സോ ഈ 2 അവിടെ നിലനിർത്തിയാൽ നമുക്ക് M ഇൻറ്റു R² ഡിവിഷൻ ബൈ 4 4 16 ആയി മാറി, പ്ലസ് M ഇൻറ്റു R² ബൈ 16. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. സോ രണ്ടാമത്തെ ടേമിൽ നിന്ന്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു R² ബൈ 2 മൈനസ് ഓഫ് M R² ബൈ 16 ഇൻറ്റു നമ്മൾ 16 1/16 MR² ബൈ 16 നമ്മൾ പുറത്തേക്ക് എടുത്താൽ ഇറ്റ് ബിക്കംസ് 1 പ്ലസ് 1/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു R² ബൈ 2 മൈനസ് ഓഫ് M ഇൻറ്റു R² ബൈ 16 ഇൻറ്റു 3/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M R². നമ്മൾ ഇതിൽ നിന്നൊരു സിമ്പിളായിട്ട് നമുക്ക് MR² ബൈ 2 ഒന്ന് പുറത്തേക്ക് എടുത്താൽ it becomes 1 minus, it becomes 3/16. So നമ്മളൊന്ന് സോൾവ് ചെയ്താൽ you get the answer as 13/32 M into R², 13/MR² by 32. So C as the answer. അപ്പോൾ നമ്മൾ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ആ മെത്തേഡ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് എത്താൻ പറ്റും. We are with another question. A rope is wound around a hollow cylinder of mass 3 kilogram and radius 0.4 meter or 40 centimeter. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? അപ്പോൾ നമുക്ക് ആ സിലിണ്ടറിനെ നമുക്ക്
സാധാരണ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. സോ സിലിണ്ടർ ഈസ് ദ ഹോളോ സിലിണ്ടർ ആണ്. സോ എ റോപ്പ് നന്നായിട്ട് വൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എടുത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളോ സിലിണ്ടർ ആക്സിസ്. സോ ഇവിടെ നമ്മുടെ സ്ട്രിങ് ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ആങ്കുലർ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഒരു ലീനിയർ ഫോഴ്സ് കൊടുത്തോണ്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടോർക്കിനെ പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരണം. ടോർക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ടോർക്ക് ഇസ് ഈക്വൽ ടു അവിടെ ലീനിയർ ഫോഴ്സ് ഇൻറ്റു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഈ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. അപ്പം ഇവിടുത്തെ ലീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് തന്നെയാണ്. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് തന്നെയാണ്. സോ എഫ് ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിണ്ടർ ആണ്, പക്ഷെ ഹോളോയാണ്. അപ്പോൾ ഹോൾ എന്ന് പറയുന്നത് റിങ്ങിന് സമമാണ്. സോ എം ആർ സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ ഡെഫിനേഷൻ നമ്മൾ കൊടുത്തു ഇൻറ്റു ആൽഫ. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, സോ ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ദേ division by, so m into r, the force responsible there is given as 30 Newton, the division by the mass of the cylinder that is given as 3 into the radius as 0.4. So that is equal to 10 by 0.4. So that is nothing but equal to 25 radian by second square. സോ നമുക്ക് 25 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ബി ചോയ്സ് ഉണ്ട്. ഇതിവിടെ ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിടപ്പുണ്ട്, അബദ്ധത്തിൽ മാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 38. Two discs of the same moment of inertia rotating about their regular axis passing through center and perpendicular to the plane of the disc with angular velocities omega 1 and omega 2. അപ്പം ഇൻഡിവിജ്വലായിട്ട് രണ്ട് ഡിസ്കുകളുണ്ട്. സോ നമുക്കതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാം. സോ അതിന് സെയിം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നാണ് പറയുന്നത്. സോ ഐ ഉണ്ട്, ഒമേഗ 1 സ്ക്വയർ ഉണ്ട്. രണ്ടാമത് അവനും അതേ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്, പക്ഷെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഒമേഗ 2 എന്നാണ് തന്നിരിക്കുക. ദേ ആർ ബ്രോട്ട് ഇൻ കോൺടാക്ട് ഫേസ് ടു ഫേസ് കോയിൻസൈഡിങ് വിത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ടോർക്ക് അതിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരണം. എന്നിട്ട് ഇത് രണ്ടിനെയും ഒരുമിച്ച് വെക്കുകയാണ്. സോ വി ക്യാൻ സേ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി ഒമേഗ എഫ് ആണെന്ന് നമുക്ക് ചിന്തിക്കാം. ദെൻ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി പ്രോസസ് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പം നമ്മുടെ ഇനിഷ്യൽ കേസസിൽ അവൻ്റെ കൈനറ്റിക് എനർജിയെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഐ, ആദ്യത്തെ ഡിസ്കിൻ്റെത് ഒമേഗ 1 സ്ക്വയർ, രണ്ടാമത്തെ ഡിസ്കിൻ്റെത് ഹാഫ് ഐ ഇൻറ്റു ഒമേഗ 2 സ്ക്വയർ. നമുക്ക് രണ്ടാമത്തെ കേസിൽ നമ്മുടെ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഡിസ്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 2i ഇൻറ്റു ഒമേഗ എഫ് സ്ക്വയർ. അപ്പോൾ നമുക്കിത് തമ്മിലൊരു റിലേഷൻ വേണമെങ്കിൽ ഒമേഗ എഫ് എന്തെന്ന് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, കൺസർവേഷൻ ഓഫ് ആങ്കുലാർ മൊമെൻറ്റ്. അപ്പം ബിഫോർ ദാറ്റ് ജോയിനിങ് ഇറ്റ് ഷുഡ് ഈക്വൽ ടു ആഫ്റ്റർ ദാറ്റ് വൺ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബിഫോർ ജോയിനിങ് എന്ന് പറയുന്നത് I1 ഒമേഗ 1 പ്ലസ് I1 I2 ഒമേഗ 2 ഷുഡ് ഈക്വൽ ടു I1 പ്ലസ് I2 ഇൻറ്റു ഒമേഗ എഫ്. പക്ഷെ ഇവിടെ ഐ എല്ലായിടത്തും സമമായതുകൊണ്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് ഒമേഗ എഫ് ഇസ് ഈക്വൽ ടു ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ബൈ 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ദാറ്റ് മച്ച് സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ 4. ആ വാല്യൂ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എനർജി ലോസ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് കൈനറ്റിക് എനർജി 1 മൈനസ് 2 നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ആ വാല്യൂസ് നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹാഫ് ഐ. നമുക്ക് ഈ ഒരു വാല്യൂവിൽ നിന്ന് ഹാഫ് ഐ ഒന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒമേഗ 1 സ്ക്വയർ പ്ലസ് ഒമേഗ 2 സ്ക്വയർ ആയില്ലേ, മൈനസ് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് ഐ ബൈ 4 ഇൻറ്റു ഒമേഗ 1
പ്ലസ് ഒമേഗ ടു ഹോൾ സ്ക്വയർ അല്ലേ? സോ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. സോ രണ്ടിലൊന്നും നമുക്ക് I/2 എന്ന് പറയുന്നത് ഒന്ന് കോമൺ ആയിട്ട് ഒന്ന് എടുത്താൽ, സോ ഇവിടെ നമുക്ക് റിമൈനിങ് ചെയ്യുന്നത് ഒമേഗ 1 സ്ക്വയർ പ്ലസ് ഒമേഗ 2 സ്ക്വയർ ആണ്. മൈനസ്, ശ്രദ്ധിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 നമ്മൾ പുറത്തേക്ക് പോയി. സോ നമുക്കിവിടെ ഇനി ഉള്ളത് ഒരു 1/2 ആണ്. പിന്നെ ഒമേഗ 1 സ്ക്വയർ, ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ദ ഹോൾ സ്ക്വയർ, അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വാല്യൂ ഈസ് ഒമേഗ 1 സ്ക്വയർ പ്ലസ് ഒമേഗ 2 സ്ക്വയർ പ്ലസ് 2 ഒമേഗ 1 ഒമേഗ 2. ഈ 1/2 കൂടെ അകത്തോട്ട് കയറ്റിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ 1 സ്ക്വയർ ബൈ 2 മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 മൈനസ് ഒമേഗ 1 ഒമേഗ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സോ I/2 ഇൻറ്റു ഒമേഗ 1 സ്ക്വയർ ബൈ 2 പ്ലസ് ഒമേഗ 2 സ്ക്വയർ ബൈ 2 മൈനസ് ഒമേഗ 1 ഒമേഗ 2. അപ്പം നമുക്ക് ഈ ഒരു 2 കൂടെ പുറത്തേക്ക് എടുത്താൽ ഇറ്റ് ബിക്കംസ് I/4 ആയി. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫോർമുലയിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 2 ഒമേഗ 1 ഒമേഗ 2. സോ അതിനെ ഒന്ന് സമപ്പ് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ ആസ് I/4 ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2 ദാറ്റ് മച്ച് സ്ക്വയർ. സോ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടി. അവിടെ ഉപയോഗിച്ച കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒന്ന് എനർജി ലോസ് ആണ്. സോ ദാറ്റ് ഈസ് ഇനിഷ്യൽ മൈനസ് E2. എനർജി ലോസ് എന്ന് പറയുമ്പോഴേ തന്നെ നമുക്കത് ചിന്തിക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് കൺസർവേഷൻ ഓഫ് ആങ്കുലർ മൊമെൻറ്റം. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ വി ഗെറ്റ് ദ ആൻസർ. വി ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 39. എ ഗുഡ് കൺസെപ്റ്റ് is waiting. Which of the following statement are correct? A choice. Center of mass of a body always coincides with the center of gravity of the body. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് സി, ഇപ്പം ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ വരരുത്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ദ പോയിന്റ് വെയർ ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് സർഫസ് വരുമ്പോൾ ജിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ രണ്ട് പോയിന്റും കോയിൻസൈഡ് ചെയ്യും, അത് ശരിയാണ്, സെൻറ്റർ ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും. പക്ഷേ ഒരു എക്സ്റ്റെൻഡഡ് ഓബ്ജക്ട്സ് ലൈക്ക് മൗണ്ട് വരുമ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് മേപ്പോട്ട് പോകുന്ന അനുസരിച്ച് വാല്യൂ ഓഫ് ജി കുറയുന്നത് കൊണ്ട് ലെസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് സാധാരണ രൂപത്തിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് ബിലോ ദ സെൻറ്റർ ഓഫ് മാസ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കിത് ആൾവേസ് ശരി പറയാൻ പറ്റില്ല. അടുത്ത് പറയുന്നു ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഓൺ ദ ബോഡി ഈസ് 0. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. സേ ദ വൺ റോഡ് ഈസ് there that is pivoted horizontally with ഒരു ഫൾക്രം ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഭാഗത്തെ ടോട്ടൽ മാസ് എത്രയാണോ അത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് താപ്പോട്ട് ആക്ട് ചെയ്യും അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ D1 ആയിട്ട് എടുക്കാം. അതേപടി തന്നെ ഇതിൻ്റെ മാസ് എത്രയാണോ അപ്പോൾ ആ മാസിൻ്റെ അതിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്ന് അത് താപ്പോട്ട് ആക്ട് ചെയ്യും. അത് നമുക്ക് വേണമെങ്കിൽ D2 ആയിട്ട് എടുക്കാം. ഇത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് W1 കൊണ്ടുള്ള ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ഇവിടെ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ക്യാൻസൽ ബൈ W2 കൊണ്ടുള്ള ക്ലോക്ക് വൈസ് ടോർക്കാണ്. അപ്പം ഉറപ്പിച്ച് നമുക്ക് പറയാം the net torque about the O should equal to 0. സോ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്. The third one, a couple on a body produce both translational and rotational motion in a body. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ കപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റ് ഒരു റോഡ് ഉണ്ടെങ്കിൽ സപ്പോസ് വി ആർ ഗിവിങ് ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് വിത്ത് ഡിഫറൻഷ്യൽ ഫാക്ഷൻ. അപ്പോൾ അത് കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലീനിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാം ട്രാൻസ്ലേഷണൽ ഫോഴ്സ് 0 ആണ്. ബട്ട്
ബിക്കോസ് ഓഫ് ദിസ് വൺ, ഒരു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ രണ്ട് ഫോഴ്സും തമ്മിലുള്ളത് കൊണ്ട് ദർ ഷുഡ് ബി എ റൊട്ടേറ്ററി എഫക്റ്റ് ടു ദ റോഡ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ കപ്പിൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ, ആൻഡ് ഇറ്റ് വിൽ ഗിവ് പ്യുവർ റൊട്ടേറ്ററി മോഷൻ ഓൺലി. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോത്ത് നമ്മളുടെ ട്രാൻസ്ലേറ്ററി മോഷനും റൊട്ടേറ്ററി മോട്ടറും പറ്റത്തില്ല, ഓൺലി റൊട്ടേറ്ററി മോഷൻ മാത്രമേ പറ്റൂ. സോ നമുക്ക് പിന്നെ ഉറപ്പായിട്ട് ഡി ആൻസർ വരണം, അത് ഓർമ്മയിരിക്കട്ടെ. സോ നമുക്ക് ബിയും ഡിയുമാണ്, എന്നാലും നമുക്കതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കേസ് നമുക്ക് അല്ലേ, സപ്പോസ് നമുക്കൊരു റോഡ്, ഇറ്റ് ഈസ് മൂവബിൾ വിത്ത് ദാറ്റ് എ ഫൾക്രം, ദാറ്റ് ഈസ് എഫ്, ആൻഡ് അവിടെ ഒരു F1 എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഉണ്ട് എന്നിരിക്കട്ടെ. അതിനെ നമുക്കൊന്ന് പൊക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ കൊടുത്ത ഒരു എഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് F2 ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദിസ് വൺ, അപ്പോൾ ഇത് ലോഡാണ് നമ്മളുടെ F1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പറയുന്നത് D1 എന്ന് പറയുന്നത് ലോഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഫൾക്രം മുതൽ എഫർട്ട് വരെയുള്ള ആമിനെ നമുക്ക് പറയാം എഫർട്ട് ആം എന്ന് നമുക്ക് വിളിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഓർത്തിരിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സിംപ്ലി സ്പീക്കിംഗ് ദാറ്റ് ഈസ് F1 by F2, ഓർ വി ക്യാൻ സേ ദാറ്റ് ഈസ് D2. ഇപ്പോൾ ഇതാണ് സെപ്പറേഷൻ D2 ആണെങ്കിൽ D2 by D1 എന്ന് പറഞ്ഞാൽ എഫർട്ട് ആം ഡിവിഷൻ ബൈ ലോഡ് ആം, അതിനെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? എഫർട്ട് ആം എന്ന് പറയുന്നത് ലോഡ് ആമിനെക്കാളും കൂടിയിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ ഇറ്റ് ഈസ് ഈസീസ് ടു ലിഫ്റ്റ് ഇറ്റ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ MA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ ഗോട്ട് ദ ആൻസർ ആസ് D. വളരെ ഗുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. So we can move to the question number 14. The moment of that force given as F is equal to the moment of the force that given as that F is equal to 4I plus 5J minus 6K. At the force is acting at, so that is a R2 that is given us. So that is a very important information. ഫോഴ്സ് എവിടെയാണോ ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ അതിനെ R2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2I plus 0J minus 3K about the point, so that we can treat as R1 that is equal to 2I minus 2J minus 2K. അപ്പോൾ നമുക്ക് ആദ്യം അവിടുത്തെ R കണ്ടുപിടിക്കാം. അത് R2 മൈനസ് R1 ആണെന്ന് നമുക്കറിയാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു R2 എന്ന് പറയുന്നത് ഇസ് 2 മൈനസ് 2I, സോ 0I പ്ലസ് ദെൻ 0 മൈനസ് മൈനസ് 2J യെസ്, ദെൻ മൈനസ് 3 മൈനസ് മൈനസ്, അപ്പം അത് പ്ലസ് ആകും. സോ മൈനസ് 3 പ്ലസ് 2, സോ ഇറ്റ് ബിക്കംസ് മൈനസ്. അപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആ ടോയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് മീൻസ് simply we can say the force into the perpendicular separation. So we can say we need to find as F into the perpendicular separation as R sin theta. So nothing but the torque is equal to നമ്മുടെ rectangular components രൂപത്തിൽ നമുക്ക് എഴുതാം. That is IJK, that R component as 0, 2, 1, 4, 5, minus 6. So that is equal to, we get the value as I into minus 12 plus 5 minus J into plus 4 plus K into minus 8. So that is equal to minus 7I minus 4J minus 8K. So നമുക്ക് കംഫർട്ട് ആയിട്ട്
എ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മളെത്തി. നമ്പർ 41. So here 3 objects, solid sphere, B disk, C ring, each have the same mass and radius r. They all spin with the speed about their symmetry axis. The amount of work required to bring them to rest would satisfy the relation. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിനെ എടുക്കാം. നമ്മുടെ റൊട്ടേഷണൽ വർക്ക് എനർജി തിയറമായിട്ട് എടുത്താൽ യെസ് ഇറ്റ് ഈസ് എ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ ഇവരെല്ലാം വർക്ക് ചെയ്ത് അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്താകണം? റെസ്റ്റിലേക്കാണ്. അപ്പോൾ 0 ആണ്. അപ്പോൾ ഇനിഷ്യലി കൈനറ്റിക് എനർജി എന്താണ്? അത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ എല്ലാവർക്കും സെയിം ആണ്. അപ്പം വർക്ക് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? യെസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഒരേ മാസും റേഡിയസും വരുന്ന ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത് ആദ്യം ആർക്കാണ്? mr² പറയുന്ന നമ്മുടെ റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം mr²2 പറയുന്ന ഡിസ്ക് പറയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോളിഡ് സ്പിയറിൻ്റെ വാല്യൂ പറയാം ആസ് 2/5 m/r². അപ്പോൾ ഉറപ്പ് നമ്മുടെ ഉത്തരം നമുക്ക് പറയാം. സോ ദാറ്റ് റിംഗ് ഈസ് ഗ്രേറ്റർ, സോ C ഈസ് ഗ്രേറ്റർ ദാൻ B ഈസ് ഗ്രേറ്റർ ദാൻ, സോ സോളിഡ് സ്പിയർ, B ഈസ് ദി ആൻസർ. നല്ലൊരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. നമ്പർ 42. A solid sphere is in rolling motion. In rolling motion, a body possesses translational kinetic energy as well as rotational kinetic energy simultaneously. Then that translational to total for the sphere is. അപ്പോൾ ട്രാൻസ്ലേഷണൽ എന്ന് പറയുമ്പോൾ ലീനിയർ കൈനറ്റിക് എനർജി ബൈ ദാറ്റ് ലീനിയർ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ലീനിയർ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം is half mv², that is division by the kinetic energy linear. It is half mv² plus what is the kinetic energy for rotation? അപ്പോൾ kinetic energy of rotation എന്ന് പറയുന്നത് it is nothing but equal to half I omega square. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കതിനെ ഇങ്ങനെ കണ്ടുപിടിക്കാം. കൺവേർട്ട് ചെയ്യുക നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ അതിനെ റേഡിയസ് ഓഫ് ജൈറേഷൻ്റെ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ സ്ക്വയർ ആയി. ഒമേഗ എന്ന് പറയുന്നത് v/r എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റുക. ഹാഫ് mv² നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ വി ഗെറ്റ് ദ ഫോർമുല ലൈക്ക് ദിസ്. ഇത് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളിപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ടു കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ ആണ് ചോദ്യമെങ്കിൽ കൈനറ്റിക് എനർജിക്ക് പകരം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും k²/r² വന്നാൽ മതി. അതിന് പകരം ചോദ്യം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ k²/r²യും ലീനിയർ വാല്യൂ എന്ന് പറയുമ്പോൾ അത് 1 നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ, അപ്പോൾ നമുക്കിവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവിഷൻ ബൈ 1 പ്ലസ് സോളിഡ് സ്പിയർ ആയതുകൊണ്ട് അത് 2/5 മാറി. സോ 5 + 2 7/5. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം for 42 D as the answer. So we can move to the question number 43. A solid sphere is rotating freely about its symmetry axis in free space. The radius of the sphere is increased, keeping its mass the same. Which of the following physical quantity would remain constant for the sphere? അപ്പോൾ നമുക്ക് മാസ് സെയിം എന്നാണ് പറയുന്നത്, പക്ഷെ R കൂടുകയാണ്, അപ്പോൾ സ്ട്രക്ചർ മാറുകയാണ്. സോ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഫോഴ്സ് കൊടുക്കാതെ ആയതുകൊണ്ട് തന്നെ I കൂടുകയാണെങ്കിൽ ഉറപ്പിച്ച് ഒമേഗ കുറയണം. ഒമേഗ കുറയുന്നു എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി മാറി, കൈനറ്റിക് എനർജി വ്യത്യാസപ്പെട്ടു, മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറി. ഉറപ്പിച്ചു ദാറ്റ് I എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. Angular momentum is a constant. So for number 43, so we can take B as the answer. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമ്പർ 44, 2019
നമുക്ക് ക്വസ്റ്റ്യൻ ആണ് 2019 question number 4. A disc of radius 2 meter and mass 100 kilogram rolls on a horizontal floor. Its center of mass has a speed of 20 centimeter per second. How much work is needed to stop it? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കേസിൽ അത് റോൾ ചെയ്തു പോകുന്നു എന്നാണ്. അപ്പോൾ എന്തുമാത്രം വർക്ക്, അപ്പോൾ അതിനുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണോ അത്രയും വർക്ക് നമ്മൾ ചെയ്യണം അല്ലേ. വർക്ക് എനർജി തിയറം പറയുന്നത് ഇങ്ങനെയാണ്: കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ. അപ്പോൾ ഇനിഷ്യൽ ഉള്ള അവൻ്റെ എനർജി എന്താണ്? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻ ടേംസ് ഓഫ് നമുക്ക് എഴുതാം ആസ് അവനെ റോൾ ചെയ്യുന്ന ഒരു ബോഡി ആകുമ്പോൾ അത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി there. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കതിനെ എളുപ്പ വഴിയിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്ത മാതിരി തന്നെ എം കെ സ്ക്വയർ റേഡിയസ് ഓഫ് ജനറേഷൻ്റെ രൂപത്തിലായി മാറ്റി. ദാറ്റ് ഈസ് വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ ആയി. അപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്നും നമുക്ക് ഹാഫും വി സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് പുറത്തെടുത്ത പ്ലസ് കെ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ ആയി മാറി. അപ്പോൾ ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു നമുക്ക് മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് 0.2 എന്നാണ് അല്ലേ, 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. യെസ്, അപ്പം 0.2ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് 4 × 10⁻² എന്ന് നമുക്ക് എടുക്കാം. 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് 1/2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇത് 2 ആയിട്ട് എടുത്ത് നമുക്ക് ക്യാൻസൽ ആയിപ്പോയി. സോ 2 × 2 + 1 that is 3/2. So you get the answer as 3 joule. സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് എനർജി തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. നമ്പർ 45. അപ്പോൾ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഗൈൻ ദാറ്റ് ഫ്രം 2019. A solid cylinder of mass 2 kilogram, the mass 2 kilogram, having the radius as 4 centimeter, so 4 × 10⁻², rotating about its axis at the rate of 3 rotations per minute. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് 60. സോ 1/20 റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. ദ ടോർക്ക് റിക്വയർഡ് ടു സ്റ്റോപ്പ് ടോ നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ അത് ആഫ്റ്റർ 2π റെവല്യൂഷൻസ് ആണ്. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആണ് 2π റേഡിയൻ എന്ന് നമുക്കറിയാം. അപ്പോൾ 2π റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായ ആങ്കുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഉറപ്പിച്ച് നമുക്ക് പറയാം ഇറ്റ് ഈസ് 4π². അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനമാറ്റിക് റിലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ω_t² - ω² എന്ന് പറയുന്നത് 2α θ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് അല്ലേ. ഇനിഷ്യലി നമുക്ക് തന്നിട്ടുണ്ട് ആൽഫയ്ക്ക് എന്ന് പറയുന്നതിനെ നമുക്ക് ആൽഫ എന്ന് പറയുന്നതിനെ നമുക്ക് τ/i ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം നമ്മുടെ കയ്യിലേക്ക് വന്നു. അപ്പോൾ ഫൈനലായിട്ടുള്ള ആംഗുലർ വെലോസിറ്റി ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ടോക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യെസ് -ω² ഗുഡ് I, that is division by 2 × θ. സൂക്ഷിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് 2π × നമ്പർ ഓഫ് റൊട്ടേഷൻസ്. സോ ഫ്രീക്വൻസി 2π × ഫ്രീക്വൻസി നമുക്കറിയാം ഇറ്റ് ഈസ് 20. സോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 4π² / 400 എന്ന് കിട്ടി. ഇനി ഡിസ്കാണ്, സിലിണ്ടറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത് r²/2 ആണ്. മാസ് എത്രയാണ്? 2 ആണ്. റേഡിയസ് എത്രയാണ്? 4 × 10⁻² ആണ് അല്ലേ. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 16 × 10⁻4 ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ ഇവിടെ ഒരു ഓൾറെഡി 2 കാര്യം മറക്കരുത്. ഇൻറ്റു തീറ്റ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആസ് 4π². അത് രണ്ടും ക്യാൻസലായി പോയി, 2 × 2 ക്യാൻസലായിട്ട് പോയി. യെസ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പം 400 നമുക്കറിയാം
there is a 16 is there. 400 ആയിട്ട് നമുക്ക് മാറ്റാം. ആസ് that is equal to 4 ആയിട്ട് മാറി. That is equal to yes. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് സോ 4 പൈ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ എടുത്തു. അപ്പോൾ അത് കംഫർട്ടാണ്. ദെൻ ഫിനിഷ് എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 എടുത്തു. ഗുഡ്. യെസ്. ദെൻ തീറ്റ. ദെൻ 2 യെസ് 2 നമ്മളവിടെ വിട്ടുപോയി. സോ നമ്മളന്ന് 2 നമ്മൾ ഡിവൈഡ് ചെയ്യണം. 2 അപ്പോൾ ഇവിടെ 2 കിട്ടി. സോ 2 ഇൻറ്റു റിമൈനിങ് ചെയ്യുന്നത് ന്യൂമറേറ്ററിൽ 10⁻⁻⁴ ആണ്, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 10 സ്ക്വയർ ആണ്. സോ യു കെരി ദ ആൻസർ as 2 into 10⁻⁻⁶ ന്യൂട്ടൺ മീറ്റർ. സോ 1 as the answer. സോ നമ്മൾ 2019 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റൊട്ടേഷണൽ മോഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. So try to do maximum MCQs. You can wait minimum 3 to 4 questions from this chapter. നല്ലൊരു ചാപ്റ്ററാണ്, അത് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. ടേക്ക് കെയർ. God bless you.